അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അമ്മാ ബഅദ്. ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ജമാഅത്തെ ഇസ്ലാമി അമീർ ബഹുമാന്യരായ ആരിഫ് അലി സാഹിബ്, ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജനാബ് എസ് കമറുദ്ദീൻ സാഹിബ്, സ്റ്റേജിലും സദസ്സിലുമുള്ള മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ, മാന്യ സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൗവനം പോരാടാനുള്ളതാണ് എന്ന മഹത്തായ സന്ദേശമുയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട് സോളിഡാരിറ്റി ജില്ലാ സമിതി സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനത്തിലാണല്ലോ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ശാന്തമായി നീണ്ടു കിടക്കുന്ന ഈ കടൽ തീരത്തെയും അതിലെ മണൽത്തരികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് മഹത്തായ ചരിത്ര ദൗത്യം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാകുവാനും അതിൽ പങ്കെടുത്തുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുവാനും അവസരമേകിയതിന് ആദ്യം അള്ളാഹുവിനോടും ശേഷം ഇതിൻ്റെ സംഘാടക സമിതിയോടുമുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൻ്റെ അതിപ്രധാനമായ ഒരു ഘട്ടമാണല്ലോ യൗവനം. പോരാട്ടം ജീവിസഹജമാണെന്നതിനാൽ മനുഷ്യനിൽ എല്ലാ കാലത്തും അത് നടക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് പോരാട്ടത്തിനുള്ള ട്രയൽ പരിശീലനമാണ് നടക്കുന്നതെങ്കിൽ വാർദ്ധക്യത്തിൽ നടന്ന പോരാട്ടങ്ങളെക്കുറിച്ചുള്ള അവലോകനമാണ് നടക്കുന്നതെങ്കിൽ ഏത് പോരാട്ടവും അതിൻ്റെ ക്ലൈമാക്സ് പാരമ്യത്തിലെത്തുന്നത് യൗവനഘട്ടത്തിലാണ്. ബുദ്ധിപരവും ശാരീരികവും മാനസികവും ചിന്താപരവുമായ എല്ലാ കഴിവുകളും സമ്മേളിച്ച ആ ഘട്ടം ഏത് മഹാശക്തിയെയും തകർക്കാൻ കഴിയുന്ന, അസാധ്യം എന്ന് പറയുന്ന ഒന്ന് അതിൻ്റെ നിഘണ്ടുവിലെ ഇല്ലാത്ത ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുവാൻ കഴിയുന്ന ആ ഘട്ടം. എന്നാൽ ജീവിതത്തിൻ്റെ മധുരിക്കുന്ന ആ സുവർണഘട്ടം ഇന്ന് യുവത ആർക്കൊക്കെയോ തീരെഴുതിക്കൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് നാം കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുദ്രാവാക്യം വിളിക്കാനും ഓശാന പാടാനും രാഷ്ട്രീയ പകപോകലുകൾക്കും വേണ്ടി ഒരു വിഭാഗം തങ്ങളുടെ യൗവനം ചിലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സിനിമാ താരങ്ങൾക്കും മോഡലുകൾക്കും വേണ്ടി സിനിമാ സീരിയലുകളുടെ ലോകത്ത് ഒരു വിഭാഗം തങ്ങളുടെ യൗവനം തളച്ചിടുമ്പോൾ, ജീവിതത്തിൽ ഉണ്ടാവേണ്ട വിപ്ലവബോധം പോയിട്ട് പരിസരബോധം പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സെക്സിനടിപ്പെട്ട് അവസാനം എയ്ഡ്സ് എന്ന മാറാരോഗം പിടിപെട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി ഒരു വിഭാഗം അവശേഷിക്കുമ്പോൾ, നമ്മൾ ഇവിടെ ചിന്തിക്കണം, യുവതയ്ക്ക് എന്താണ് ഈ രംഗത്ത് ചെയ്യുവാനുള്ളത് എന്ന്. പ്രിയമുള്ളവരെ, തീർച്ചയായും ഇക്കാലഘട്ടത്തിലെ യുവത നിസ്സഹായരാണ്. ഇവിടെ എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ ഭൗതിക സംസ്കാരം അവരെ മയക്കിക്കിടത്തിയിരിക്കുകയാണ്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ആധുനിക സൗകര്യങ്ങളുണ്ടോ അവയൊക്കെയും ഇന്ന് യുവസമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുമ്പ് വൃത്തികേടുകളും ആഭാസത്തരങ്ങളും കാണണമെങ്കിൽ ഒരാൾക്ക് സിനിമാ തിയേറ്ററിൽ പോകണമെങ്കിൽ ഇന്ന് എല്ലാ ആഭാസത്തരങ്ങളും കണ്ട് ആസ്വദിക്കുവാൻ ഒരുവന് സ്വന്തം വിരൽ തുമ്പ് മാത്രം മതി. ഈ ഒരു ദുരവസ്ഥയിലാണ് ഇന്ന് ലോകം ഉള്ളത്. ക്ഷുഭിത യൗവനത്തെ ഇങ്ങനെ ആസക്തികൾക്ക് അടിപ്പെടുത്തുക എന്നത് യഥാർത്ഥത്തിൽ സാമ്രാജ്യ ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുതന്ത്രമാണ്. യുവശക്തിയെ ഇങ്ങനെ പല ആഭാസത്തരങ്ങളിൽ തളച്ചിട്ടാൽ ഒരു സമൂഹത്തിൻ്റെ ശക്തിയും കരുത്തുമായ യുവത അധാർമികതകൾക്കെതിരെ, അനീതിക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം അതിനൊന്നും കഴിയാത്ത ജീവച്ഛവങ്ങളായി അവർ മാറും. യഥാർത്ഥത്തിൽ ഇന്നുള്ള നിലവിലുള്ള സാമ്രാജ്യ ശക്തികൾക്ക് അവർ ഫലസ്തീനിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന അനീതികൾ ലോകമറിയാതിരിക്കുക, യുവസമൂഹം അതിനെതിരെ പ്രതികരിക്കാതിരിക്കുക എന്നത് അവർക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് അവർ ഇത്തരത്തിലുള്ള വൃത്തികേടുകളിൽ യുവതയെ തളച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ശുഭിത യൗവനത്തെ ഭയന്ന് ഫിറോവിനു മുമ്പ് ആൺകുട്ടികളെ വധിച്ചിരുന്നതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പായി നമ്മൾ ഇന്ന് ചാനൽ സംസ്കാരത്തെ കാണേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ യുവതയെ സമരമുഖത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ഭൗതികാസക്തിയാണ് എന്ന് നാം തിരിച്ചറിയണം. ഭൗതിക സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ കയറൂരി വിട്ട കാളയെപ്പോലെ, കണ്ണുകെട്ടിയ കുതിരയെപ്പോലെ നമ്മുടെ യുവസമൂഹം നെട്ടോട്ടമോടുകയാണ്. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം, സുഖിക്കണം, ഇത് മാത്രമാണ് ആധുനിക സമൂഹത്തിന്റെ മുമ്പിലുള്ള ഒരേ ഒരു ലക്ഷ്യം. വിദ്യാസമ്പന്നരിൽ പോലും യഥാർത്ഥത്തിൽ അവർ നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യകൾ അവർ ആരാണ് തങ്ങളെന്നോ സമൂഹത്തോടും അതുപോലെ തന്നെ കുടുംബത്തോടും തങ്ങൾക്ക് നിർവഹിക്കുവാനുള്ള ബാധ്യതകൾ എന്താണെന്നോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വെറും വിദ്യകളായി, വെറും വിജ്ഞാനങ്ങളായി അധപ്പതിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സാമ്രാജ്യ ശക്തികൾ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അജണ്ടയും നമുക്ക് നിർവചിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, തീർച്ചയായും നമ്മുടെ യുവത ഇങ്ങനെ നശിച്ചു പോയാൽ പോരാ. ഇങ്ങനെ അവരെ തീർച്ചയായും നേരായ ദിശയിലേക്ക് തള്ളിവിടേണ്ടതുണ്ട്. നമ്മുടെ അതിനേക്കാൾ ആശ്ചര്യകരമായിട്ടുള്ളത് ഹൈറുമ്മത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരുടെ കാര്യമാണ്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഇവിടെ തിന്മകൾക്കെതിരെ, അധാർമികതകൾക്കെതിരെ നിലകൊള്ളേണ്ട മുസ്ലിം സമുദായം, അതിലെ ചെറുപ്പക്കാർ ഇന്ന് സകല തിന്മകൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവിഭാഗം ആത്മീയതയുടെ പുറംപൂച്ചിൽ അകപ്പെട്ടുകൊണ്ട് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ നടന്ന സംഭവങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേയല്ല. അവരെന്ന് മൊത്തം മുസ്ലിം സമുദായത്തെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ തീവ്രവാദവും അതുപോലെ തന്നെ ഭീകരവാദവും അവരുടെ മേൽ മൊത്തമാണ് ആരോപിക്കുന്നതെങ്കിലും മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രവാദം ആരോപിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുവാനും ശത്രുക്കൾക്ക് ഇവരെ ഒറ്റുകൊടുക്കുവാനും കഴിയുന്ന രൂപത്തിലുള്ള പ്രത്യാരോപണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിവേകം പോലും ഇവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ഈ സമുദായത്തിന്റെ ഐക്യത്തിന്റെ ബോധം, വിവേകം പകർന്നു കൊടുക്കുക എന്ന് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും ആലോചിച്ചു പോവുകയാണ്. അള്ളാഹു അതിന് അവസരമൊരുക്കട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദർഭത്തിൽ സമുദായം ഒന്നടങ്കം, മുസ്ലിം സമൂഹം മാത്രമല്ല ലോകം ഒന്നടങ്കം യുവാക്കൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ യുവശക്തി ഇങ്ങനെ അധാർമിക പ്രവണതകളിലും അതുപോലെ തന്നെ അസാൻമാർഗിക പ്രവണതകളിലും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ധർമ്മത്തിന് വേണ്ടിയുള്ള സമരമുഖത്ത് നിന്ന് അവർ വിമുഖരായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യുവതയോട് ഒരു സത്യം തുറന്നു പറയുകയാണ് സോൾഡാരിറ്റി. അല്ലയോ യുവ സമൂഹമേ, നിങ്ങളുടെ യുവത്വം ഒരിക്കലും ഇങ്ങനെ നശിപ്പിക്കുവാനുള്ളതല്ല, അധർമ്മത്തിനെതിരെ പോരാടാനുള്ളതാണ്. കാരണം ചരിത്രത്തിൽ എന്നും ഈ അധാർമികതക്കെതിരെ നിലകൊണ്ടിട്ടുള്ളവർ യുവാക്കളായിരുന്നു. ഇബ്രാഹിം, മൂസ നബി അലൈഹി വസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായ സ്ത്രീകളും പുരുഷന്മാരും അവരൊക്കെയും യുവാക്കളായിരുന്നു. ചരിത്രം രചിച്ചിട്ടുള്ളവർ എന്നും യുവാക്കളാണ്. ചരിത്രത്തിന്റെ ഗതി മാറ്റുവാൻ എന്നും യുവാക്കൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് സോൾഡാരിറ്റി സമ്മേളനത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് യുവാക്കൾ, പുരുഷന്മാർ ഈ രംഗത്ത് വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നു, വനിതകൾ ഈ രംഗത്തേക്ക് വളരെ സന്തോഷത്തോടുകൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഗോളാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ, അനീതിക്കെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ മുൻനിരയിലുള്ളത് സ്ത്രീകളാണ് എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയുകയാണ്. വന്ദന ശിവ, ടീസ്റ്റാ സെറ്റിൽവാദ്, ഇവാൻ റെഡ്ലി, അത് അരുന്ധതി റോയ്, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട യുവ സമൂഹത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരണം. എന്റെ പ്രിയപ്പെട്ട സ്ത്രീ സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ പാരമ്പര്യം വളരെ മഹത്തായതാണ്. അതുകൊണ്ട് ആ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഇവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോടൊപ്പം സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ ഞാനും നിങ്ങളും രംഗത്ത് വരേണ്ടതുണ്ട്. സമൂഹ സമുദ്ധാരണത്തിന് വേണ്ടി നാം നമ്മെ സമർപ്പിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരേണ്ടതുണ്ട്. അബൂബക്കർ, ഉമർ, അലി, ഹംസ, ഉസ്മാൻ, ബിലാൽ
റളിയല്ലാഹു അൻഹും, ആയിഷ, ഫാത്തിമ, ഹൻസ, സുമയ്യ, നസീബ റളിയല്ലാഹു അൻഹ തുടങ്ങി വെച്ചിട്ടുള്ള ആ വിപ്ലവ മാർഗത്തിൽ നമ്മൾ അണിനിരക്കേണ്ടതുണ്ട്. അള്ളാഹുവും അവന്റെ പ്രവാചകനും നമുക്ക് വിലക്കിയിട്ടില്ലാത്ത ഒരു കാര്യം നമ്മളൊരിക്കലും ആരുടെയും ആക്ഷേപം ഭയന്നുകൊണ്ട് നമ്മൾ അതിൽ നിന്നും പിന്മാറേണ്ടതില്ല. അതുകൊണ്ട് കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ദീനിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ, ഇവിടെയുള്ള പീഡിതരായ സമൂഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ, ഇവിടെ ഒരു നല്ല സമൂഹം സംസ്ഥാപിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും രംഗത്ത് വരേണ്ടതുണ്ട്. അതിനാൽ ഇസ്ലാമിക പ്രസ്ഥാനത്തോടൊപ്പം ഈ മാർഗത്തിൽ അണിനിരക്കുവാൻ തയ്യാറാവുക. സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ, അതിന്റെ ജനവിഭാഗത്തിന്, അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകരുക. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ നീതിയിലധിഷ്ഠിതമായ, അഴിമതിരഹിതമായ, പലിശമുക്തമായ ഒരു നല്ല ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുവാൻ വേണ്ടി നമ്മളുടെ എല്ലാ കഴിവുകളും സ്ത്രീശക്തിയും നമുക്ക് വാഗ്ദാനം നൽകാം. എല്ലാ കഴിവുകളും നമുക്ക് ഈ മാർഗത്തിൽ സമർപ്പിക്കാം. അതിന് നമ്മൾ തയ്യാറാവുക. പ്രിയമുള്ളവരെ, ഭൗതികാസക്തരും ആഡംബരപ്രിയരും ഒരിക്കലും ചരിത്രം രചിച്ചിട്ടില്ല. അതിനാൽ ആലസ്യം മറന്ന് ഈ ഉറക്കച്ചടവ് കൈയൊഴിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക്, കർമ്മരംഗത്തേക്ക് ആവേശഭരിതരായി കടന്നു വരിക. എങ്കിൽ നമ്മളതിന് തയ്യാറാണ് എങ്കിൽ ചരിത്രം ആവർത്തിക്കാതിരിക്കുകയില്ല, സംശയം വേണ്ട. സമൂഹത്തിന്റെ മടിത്തട്ടാണ് സ്ത്രീ എന്ന ഒരു യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. സമൂഹത്തിന്റെ ഒരു വിഭാഗം സ്ത്രീകളാണെങ്കിൽ മറ്റേ പാതി സ്ത്രീകൾ പെറ്റുപോറ്റി വളർത്തുന്ന പുരുഷ സമൂഹമാണ്. അതുകൊണ്ട് സമൂഹത്തിന്റെ സമുദ്ധാരണത്തിൽ സ്ത്രീകളുടെ പങ്ക് വളരെ അനിവാര്യമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്നത്. ലോകത്തൊരു മഹാനും നൽകിയിട്ടില്ലാത്ത അത്ര ഉയർന്ന സ്ഥാനത്തേക്ക് സ്ത്രീകളെ അവരോധിച്ചത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇക്കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി നമ്മുടെ എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം നൽകിക്കൊണ്ട് കടന്നു വരണം. ഇവിടെ പറഞ്ഞില്ലേ ഫലസ്തീനെ കുറിച്ച്. ആ ഫലസ്തീന്റെ മണ്ണിൽ ഹമാസിനോടൊപ്പം ധീരമായി നിലകൊള്ളുന്നവരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ്. ആ കുട്ടികൾക്ക് ആ ഭൂമിയിൽ നിലയുറപ്പിക്കുവാനുള്ള ആവേശം പകർന്നു കൊടുക്കുന്നത് അവിടെയുള്ള സ്ത്രീകളാണ്. ഇന്നലെ നിങ്ങൾ മാധ്യമത്തിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടില്ലേ? ആ ഇസ്രായേൽ സേനയോട് വളരെ ധീരമായി ആക്രോശിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങളെ വധിക്കാം, ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. ആ സഹോദരി നമുക്ക് തീർച്ചയായും അഭിമാനമാണ്. ഇതൊരു സ്ത്രീ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് സഹോദരിമാർ ഫലസ്തീൻ മണ്ണിൽ ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി, ആ രാജ്യത്തിന് വേണ്ടി മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ധീരരക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. അതിനാൽ പ്രിയമുള്ള സഹോദരിമാരെ, നാമും ഈ രംഗത്ത് കടന്നു വരേണ്ടതുണ്ട്. പോരാട്ടം എന്നാൽ യഥാർത്ഥത്തിൽ വെറും പ്രസംഗമോ അല്ലെങ്കിൽ പ്രകടനം നടത്തലോ മുദ്രാവാക്യം വിളിക്കലോ ആണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നാം പറയുന്ന സന്ദേശത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ജിഹാദ്. അൽ മുജാഹിദ് മൻ ജാഹദ നഫ്സഹു ഫീ തഅത്തില്ലാഹ്. അല്ലാഹുവിനെ അനുസരിക്കുവാൻ വേണ്ടി യഥാർത്ഥത്തിൽ തന്റെ ദേഹേച്ഛയോട് പടപൊരുതുന്നവരാണ് ഒന്നാമത്തെ പടയാളി എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാഫിർ ഹെ ശംസീർ പകർത്താ ഹെ ഭരോസ, മൂമിൻ ഹെ ബേതേഗബി ലഡ്താ ഹെ സിപ്പാഹി എന്ന് അല്ലാമ ഇഖ്ബാൽ പാടുകയുണ്ടായി. സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാൻ ഒരിക്കലും ഒരു ആയുധം, സത്യനിഷേധിക്ക് യുദ്ധം ചെയ്യാൻ വാൾ ആവശ്യമാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ആയുധവും ആവശ്യമില്ല. അവന്റെ പരിശുദ്ധമായ കളങ്കമില്ലാത്ത ജീവിതം തന്നെ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഈ സാംസ്കാരിക ജീർണതകളുടെ കുലം കുത്തിയൊഴുക്കിൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ ഒന്നാമത്തെ ജിഹാദ് അതാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ രണ്ടാമത്തെ സമരഭൂമി നമ്മുടെ കുടുംബമാണ്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സമൂഹത്തോട്, വിശ്വാസി സമൂഹത്തോട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ.
നമ്മുടെ കുടുംബത്തിന്റെ സംസ്കാരം യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം, കാരുണ്യം തുടങ്ങിയ എല്ലാ നല്ല ഗുണങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും പകരം വളരെ വൃത്തികെട്ട ഒരു സംസ്കാരം നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട് എന്നൊന്ന് നാം തിരിച്ചറിയാം. ചാനൽ സംസ്കാരം ഇന്ന് നമ്മുടെ കുടുംബത്തെ വല്ലാത്തൊരു പരുവത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇന്ന് കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു ഇടമല്ല, മറിച്ച് ഓരോ കുടുംബവും ഇന്ന് തൊട്ടാൽ പൊള്ളുന്ന സംഘർഷാവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെ തിരിച്ചു പിടിക്കണം. സാമ്രാജ്യ ശക്തികൾ ഒരു ഭാഗത്ത് രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ വേദനിക്കുന്നു. എന്നാൽ അതിനേക്കാൾ അപകടകരമായ ഒന്നാണ് യഥാർത്ഥ സാമ്രാജ്യ ശക്തികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പരസ്യം എന്ന വിപണന തന്ത്രത്തിലൂടെ ആകർഷകമായ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മെക്കൊണ്ട് വാങ്ങിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുന്നില്ല, നമ്മുടെ ചിന്തയും മസ്തിഷ്കവുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ അവർക്ക് പണയപ്പെടുത്തുകയാണ് എന്ന്. ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ വ്യക്തിത്വവും അസ്തിത്വവും നഷ്ടപ്പെട്ട കേവല റോബോട്ടുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഭാഷയും സംസാരവും നമ്മുടെ രുചിയും അഭിരുചിയും നമ്മുടെ എല്ലാം ഇന്ന് പാശ്ചാത്യ ശക്തികൾക്ക് നമ്മൾ അടിയറവിച്ചിരിക്കുന്നു. ഇവിടെ വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കണം. സാംസ്കാരിക അധിനിവേശത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയുവാനുള്ളത്. സോളിഡാരിറ്റിയെ കേരളീയ സമൂഹം ഇത്ര നെഞ്ചോടേറ്റു വാങ്ങിയത് നമുക്കറിയാം. അത് ഈ സാംസ്കാരിക അധിനിവേശത്തിനെതിരെ സന്ധിയില്ലാ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ധീരമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നതാണ്. പക്ഷേ സോളിഡാരിറ്റി പ്രവർത്തകർക്ക് യഥാർത്ഥത്തിൽ ഈ രംഗത്ത് ഉറച്ചു നിൽക്കുവാൻ കഴിയണമെങ്കിൽ കുടുംബത്തിന്റെ സമ്പൂർണമായ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സാംസ്കാരിക അധിനിവേശത്തിന്റെ കെടുതിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികമായ ധാർമ്മികമായ അടിത്തറയിൽ അഭദ്രതയിൽ നിലനിർത്തുവാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. നമ്മുടെ വീടുകളിൽ യഥാർത്ഥത്തിൽ വളർന്നു വരേണ്ടത് യഥാർത്ഥത്തിലുള്ള മുഹമ്മദുമാരും യഥാർത്ഥത്തിലുള്ള ഇഖ്ബാലുമാരുമാണ്. അങ്ങനെ ഈ സമൂഹത്തിന് നല്ല യുവതയെ സംഭാവന ചെയ്യുവാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് കഴിയുന്ന ഇബ്രാഹിമുമാരും ഹാജറുമാരും ഇവിടെയുള്ള ഓരോരുത്തരും ആവണമെന്ന് ഞാൻ ഈ സദസ്സിനോട് ആവശ്യപ്പെടുകയാണ്. സമൂഹത്തിൽ ഇപ്പോൾ സോൾഡാറ്റിക്ക് ഒരുപാട് ഇടങ്ങളുണ്ട്. അവരൊരുപാട് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സോൾഡാറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇതിന്റെ പ്രസക്തി ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. കാരണം പണത്തിന്റെ ഹുങ്കും അധികാരത്തിന്റെ ദണ്ഡും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ വരെ ഇവിടെ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ വേദനകൾ തൊട്ടറിയാതെ, ഹൃദയവേദനകളെ മനസ്സിലാക്കാതെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുക, പ്രവർത്തിക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സോൾഡാറ്റി പ്രവർത്തകരോട് ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ സമരഭൂമിയിൽ ഈ വനിതാ രംഗം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് നമ്മുടെ രാജ്യത്ത് ഈ പരിഷ്കൃത യുഗത്തിലും പുതുമ നശിക്കുന്നില്ല എന്നതാണ് സത്യം. കടലാസിലെ നിയമങ്ങളും സ്ത്രീപക്ഷ ചർച്ചകളിലെ വായ്ത്താരികളൊന്നും സംഭവലോകം അറിയുന്നേയില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം സ്ത്രീകൾ സ്ത്രീധനത്തിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം സഹോദരിമാർ തൊലി നിറം കറുത്തു എന്ന ഒറ്റ കാരണത്താൽ വിവാഹത്തിലേറാൻ കഴിയാതെ വിവാഹം ഒരു സ്വപ്നമായി അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരു വിഭാഗം ജനിക്കുവാൻ പോലും അവകാശമില്ലാതെ ഗർഭപാത്രത്തിൽ നിന്ന് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, വീട്ടിലും നാട്ടിലും ക്രൂരമായ വിവേചനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സോൾഡാറ്റി യുവ സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ ഈ രംഗത്ത് ഞങ്ങളുടേതായ ചിലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാര്യമില്ല. ഈ സമൂഹം ഒന്നടങ്കം ഉണരണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ പെൺനീതിയുടെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുല്യരാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ തുടങ്ങി പാർലമെന്റ് വരെ അടുക്കള ഭാഗം തന്നെയാണ് പെണ്ണുങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്നത്. മാനവിക പരിഗണന എന്ന ഒരു പ്രാഥമിക അവകാശം പോലും സ്വന്തം സഹജ സൃഷ്ടികൾക്ക് നൽകുവാൻ കഴിയാത്തവരാണ് നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ എന്ന്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെന്ന്
വളരെ വിനയത്തോടുകൂടി വളരെ വേദനയോടുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾക്ക്, ഈ സ്ത്രീകൾക്ക് ഇവിടെ ഇനിയും ജീവിക്കുവാനുള്ള അവകാശങ്ങൾ തുറന്നു കിട്ടുവാൻ, മാന്യമായ അന്തസ്സോടുകൂടി സമൂഹത്തിൽ അവർക്ക് ജീവിക്കുവാൻ ഇനിയും ഒരു യഥാർത്ഥ മാർഗം തുറന്നു കിട്ടേണ്ടതായിട്ടുണ്ട്. ധാർമ്മിക മൂല്യങ്ങളുടെ വഴി വെളിച്ചത്തിലെ പെണ്ണിന് ഈ മണ്ണിൽ നീതി പുലരൂ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ വഴി വെളിച്ചം സോൾട്ടാറ്റ് തന്നെ തുറക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ടോടുകൂടി, ജമാഅത്തെ ഇസ്ലാമിയുടെ മാർഗനിർദ്ദേശത്തോടുകൂടി ഈ വിപ്ലവ പ്രസ്ഥാനം ആ രംഗത്തേക്ക് കടന്നു വരണം. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഈ രംഗത്തുണ്ട് എന്ന് വളരെ വിനയപുരസ്സരം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, അവർക്ക് നീതി നേടിക്കൊടുക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അവകാശങ്ങൾ ഹനിക്കപ്പെട്ടവർക്ക് വേണ്ടി അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ രംഗത്തിറങ്ങുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ പോരാട്ട ഭൂമിയിൽ നിന്ന് അവർക്ക് വിശ്രമിക്കുവാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ ഇനിയും ഉറച്ചു നിൽക്കുവാനുള്ള എല്ലാ മനസ്സും ഉണ്ടാവട്ടെ, സന്മനസ്സുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ സംഘടിത ശക്തി ഈ രംഗത്ത് ആവശ്യമാണ്, യാതൊരു സംശയവുമില്ല. ഈ നിലവിലുള്ള മുതിർന്നവരിൽ നിന്നും പക്വതയാർന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള സ്ത്രീകളുടെ സഹപ്രവർത്തകരായ സ്ത്രീകളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവിടെ യുവതയിലുള്ള വിവിധ കഴിവുകളുള്ളവരെ, വിവിധ അഭിരുചികളുള്ളവരെ പ്രത്യേക തെർബിയത്ത് നൽകി അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ഈ സമൂഹത്തിന്റെ നന്മയിലേക്ക് അവരെ തിരിച്ചുവിട്ടാൽ തീർച്ചയായും സോൾഡാറ്റിക്ക് നല്ലൊരു ഭാവിയുണ്ട്. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഹൃദയം നിറഞ്ഞ മാതൃഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന എന്റെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ ഈ യുവത്വം നല്ല രൂപത്തിൽ ചിലവഴിച്ചുകൊണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചിലവഴിച്ചുകൊണ്ട്, നാളെ അള്ളാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ആ വിഭാഗത്തിൽപ്പെടുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പിന്നെ ഈ ഫലസ്തീൻ ജനതക്കും അവരിൽ നിന്ന് അവിടെയുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ സമ്മേളനത്തിലൂടെ ഭക്തിയും യുക്തിയും ശക്തിയും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു നല്ല യുവസമൂഹം ഈ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ രംഗത്ത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവേകത്തിന്റെ പ്രാർത്ഥനയുടെ കരുത്തുറ്റ വാക്കുകൾ ഈ സദസ്സ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി കൂടിയായ കെ സുഹറയ്ക്ക് ഹൃദ്യമായ നന്ദി. First of all, I extend my heartiest greetings to all students and youth gathered in this conference. I am really sorry for not being able to make it in person due to some unavoidable reasons. I would like to take this opportunity to thank leaders and members of Solidarity and the Jamaat Islami Hind. I have heard a lot about the good work the Solidarity is doing in Kerala and other places, and I wish it all success. Friends, our beloved country is passing through a period of great crisis. The 26th November terror attack has exposed the rotten truth that despite all the resources, despite so much progress, despite possessing the 5th largest army of the world, we could not stop 10 terrorists from holding India's financial capital to ransom for 60 hours. Friends, do you know how many Indians died between the 1857 to 1867 period? The 10 years the 1857 movement lasted, 10 million Indians out of a total population of 150 million. That makes for 7% of the total population. This is a much bigger Holocaust than the Jewish. Yet the world remains unaware. Why? It is the job of you young men and organizations like the Solidarity to adopt a resolution demanding that the British apologize to India and pay a hefty compensation for killing 10 million people. The land of Kerala produced countless freedom fighters like
Velu Thambi, and the brave Moplas. Before, during, and after 1857, Moplas fought so valiantly that the government of India ought to construct a special memorial for Mopla freedom fighters at Calicut. Communalism is a modern tool in the hands of powers like US and Israel, who are out to dominate and colonize Asia once again. The new tool, of course, is terrorism. You will be surprised to hear that 8 out of 10 jihadi groups are on the CIA Mossad payroll. There is a difference between resistance and terrorism. Terrorism is a US-Israeli creation. It is their tool to create terror, cripple independent nations, and then establish their influence and power in the name of combating the terror. Friends, I urge you, save the nation from Mossad and CIA and their Indian stooges both in the Congress and the BJP. The 1857 legacy beckons you. The glorious history of Kerala beckons you. Thank you. Nani Abdullah Manhan Saab. Assalamu alaikum. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി പോരാടുന്ന തിരസ്കൃതരുടെ സമരഭൂമിയിൽ നിന്ന്. രചന ടി കെ അലി പൈങ്ങോട്ടായി. തിരസ്കൃതരുടെ സമരഭൂമിയിൽ നിന്ന്. വിണ്ണിന് കീഴെ പൊറുക്കുവാനൊരു തുണ്ട് മണ്ണിന് യാചിച്ച് കേഴുന്നു സോദരർ. വിണ്ണിന് കീഴെ പൊറുക്കുവാനൊരു തുണ്ട് മണ്ണിന് യാചിച്ച് കേഴുന്നു സോദരർ. ജീവശവങ്ങളാമായിരങ്ങൾ ചേർന്ന് ജീവിതം വഴിമുട്ടി സമരം തുടരുന്നു. ജീവശവങ്ങളാമായിരങ്ങൾ ചേർന്ന് ജീവിതം വഴിമുട്ടി സമരം തുടരുന്നു. അധികാര സിംഹാസനങ്ങൾക്കിടയ്ക്കൂടെ അവരുടെ സങ്കടക്കടലിളകി മറിയുന്നു. അധികാര സിംഹാസനങ്ങൾക്കിടയ്ക്കൂടെ അവരുടെ സങ്കടക്കടലിളകി മറിയുന്നു. കണ്ടില്ലധികാരഹുങ്കിന്റെ കണ്ണുകൾ കണ്ണീരിൽ മുങ്ങിയ മണ്ണിന്റെ മക്കളെ. കേട്ടില്ലവരുടെ നോവിന്റെ രോദനം കേരളക്കരയുടെ ബധിരമം കാതുകൾ. കണ്ടില്ലധികാരഹുങ്കിന്റെ കണ്ണുകൾ കണ്ണീരിൽ മുങ്ങിയ മണ്ണിന്റെ മക്കളെ. കേട്ടില്ലവരുടെ നോവിന്റെ രോദനം കേരളക്കരയുടെ ബധിരമം കാതുകൾ. കേരളക്കരയുടെ ബധിരമം കാതുകൾ. ഒരു കീറ് ഭൂമിയിൽ ഒരു കൃഷി ചെയ്യുവാൻ ഒരു കൊച്ചു കുടിലില്ല തല ചായ്ച്ചുറങ്ങുവാൻ. ഒരു കീറ് ഭൂമിയിൽ ഒരു കൃഷി ചെയ്യുവാൻ ഒരു കൊച്ചു കുടിലില്ല തല ചായ്ച്ചുറങ്ങുവാൻ. പുറം പൊക്കിലവരിന്നലയുന്നു ദീനരായി പുറം തിരിഞ്ഞകലുന്നു നാട്ടിന്റെ നായകർ. പുറം പൊക്കിലവരിന്നലയുന്നു ദീനരായി പുറം തിരിഞ്ഞകലുന്നു നാട്ടിന്റെ നായകർ. സ്വപ്നങ്ങളൊക്കെയും ചിറകറ്റു പിടയവേ സ്വയഹത്യരക്ഷയെന്നവരോ നിനക്കുന്നു. സ്വപ്നങ്ങളൊക്കെയും ചിറകറ്റു പിടയവേ സ്വയഹത്യരക്ഷയെന്നവരോ നിനക്കുന്നു. രോഗം തളർത്തിയ ദേഹങ്ങളിൽ കൊടും രോഷാഗ്നിയെരിയുന്നു മിഴികൾ ജ്വലിക്കും.
രോഗം തളർത്തിയ ദേഹങ്ങളിൽ കൊടും രോഷാഗ്നിയെരിയുന്നു, മിഴികൾ ജ്വലിക്കുന്നു. നൊമ്പരം കത്തുന്ന ഹൃദയങ്ങളിരപകൽ നൊന്തു മന്ത്രിക്കുമ പ്രാർത്ഥന കേട്ടിത. പൊരുതുന്ന യൗവനം തിരയടിച്ചെത്തുന്നു, പൊലിയാത്ത നേരിന്റെ സൂര്യവെളിച്ചമായി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ അധ്യക്ഷൻ കമറുദ്ദീൻ സാഹിബ്, ആദരണീയനായ ഉദ്ഘാടകൻ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന രക്ഷാധികാരി കൂടിയായ ഹൽക്ക അമീർ ആരിഫ് അലി സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റി SIO GIO നേതാക്കളെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിന് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആവേശവും പ്രചോദനവുമായി വർത്തിക്കുന്ന, ഒരുപക്ഷെ പലപ്പോഴും പല പോരാട്ടങ്ങളിലും ഒന്നിച്ച് അണിനിരക്കുന്ന, സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ ചെങ്ങറ ഐക്യദാർഢ്യ സമരസമിതി കൺവീനർ ശ്രീ എ ശേഖർ, ശ്രീ ഗ്രോ വാസു, മുക്കം കുത്തക വിരുദ്ധ സമര സമിതിയുടെ കൺവീനർ ശ്രീ വി കുഞ്ഞാലി, ശ്രീമതി കെ അജിത, ശ്രീ CR നീലകണ്ഠൻ നമ്മെ അഭിമുഖീകരിക്കുകയുണ്ടായി. ശ്രീ CR നീലകണ്ഠൻ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമ്മേളനം അതിൻ്റെ സമാപനത്തോടടുക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അണിനിരന്ന, ഉജ്ജ്വലമായ പ്രകടനത്തിൽ അണിനിരന്ന എൻ്റെ യുവ സുഹൃത്തുക്കളെ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർത്തിയ മുഷ്ടി, നിങ്ങൾ പ്രകടനത്തിൽ ഉടനീളം മുഴക്കിയ മുദ്രാവാക്യം ജീവിതത്തിൽ പകർത്തുവാനും ആ മുദ്രാവാക്യം ഉയർത്തുന്ന ആശയങ്ങൾക്ക് വേണ്ടി ആത്മാർപ്പണം നടത്തുവാനും ഈ സന്ദർഭത്തിൽ എൻ്റെ യുവ സുഹൃത്തുക്കളോട് ആഹ്വാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുക്കുകയുണ്ടായി. സോളിഡാരിറ്റി പ്രവർത്തകരും അല്ലാത്തവരും ഈ പ്രകടനത്തിൽ അണിനിരന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പല കാരണങ്ങൾ അതിനുണ്ടാകാം. സോളിഡാരിറ്റി ഉയർത്തിയ മുദ്രാവാക്യങ്ങളോടുള്ള യോജിപ്പ് കൊണ്ട് കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ നടത്തിയ അത്യധ്വാനത്തിൻ്റെ ഫലമായി, മാതൃകാപരമായി അവർ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളോടുള്ള മതിപ്പിൻ്റെ ഫലമായി, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തെരുവിൽ സോളിഡാരിറ്റിയുടെ പ്രകടനത്തിൽ ധാരാളം സുഹൃത്തുക്കൾ അണിനിരക്കുകയുണ്ടായി. മതമുള്ളവനും മതമില്ലാത്തവനും വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വെച്ചുപുലർത്തിയിരുന്ന ആളുകളും ഒരുപക്ഷെ ആ പ്രകടനത്തിൽ അണിനിരന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ സന്ദർഭത്തിൽ ഈ സമ്മേളനം അതിൻ്റെ സമാപനത്തോടടുക്കുമ്പോൾ നിങ്ങൾ ഉയർത്തിയ ആശയങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുവാൻ സന്നദ്ധമാകണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. എന്തുകൊണ്ട് സോളിഡാരിറ്റി എന്നതിനെക്കുറിച്ച് ഒരു സുദീർഘമായ പ്രഭാഷണം ഞാൻ നടത്തേണ്ടതില്ല. കഴിഞ്ഞ 5-6 വർഷക്കാലത്തെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കാൻ കഴിയും വിധം തെളിഞ്ഞു കിടക്കുകയാണ്. സമരവും സേവനവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാത വെട്ടിത്തെളിയിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി അതിൻ്റെ കഴിഞ്ഞ നാളുകൾ പിന്നിട്ടത്. നിങ്ങൾക്ക് സത്യസന്ധമായി പിന്തുണക്കുവാനും അണിചേരുവാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേരളത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം കടുത്ത വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിത മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട്
നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മുതലാളിത്തം കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുതലാളിത്തം കെട്ടടിച്ചു വിട്ട ഭോഗാസക്തിയിൽ ഈ രാജ്യത്തെ ജനജീവിതം തന്നെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടും വിധമുള്ള സാഹചര്യമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന മൂലധന ശക്തികൾ ഈ രാജ്യത്തിന്റെ പാരിസ്ഥിതിക സന്തുലനം വരെ തകർത്തുകൊണ്ടിരിക്കുന്നു. കരാറുകളും വ്യവസ്ഥകളുമായി ഇന്ത്യ രാജ്യത്തെ കോളനിയാക്കുന്ന നവസാമ്രാജ്യത്വത്തെയാണ് നമ്മുടെ മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലുപരി മതവൈരം വളർത്തിക്കൊണ്ട് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് കടന്നുവന്ന് ഈ രാജ്യത്ത് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാഷിസവും നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്. സ്വതന്ത്രാനന്തര ഭാരതം കടുത്ത കനത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ധീരതയോടുകൂടി അതിനെ നേരിടുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ അഭാവമാണ് എന്നെയും നിങ്ങളെയും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂട രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ പുതിയ പ്രവണതകളോട് നിസ്സംഗമായ സമീപനം സ്വീകരിക്കുകയോ നിക്ഷിപ്ത താൽപര്യത്തിന് വേണ്ടി രാജിയാവുകയോ ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വർഗീയ ഫാഷിസത്തോടും മുതലാളിത്ത സാമ്രാജ്യത്വത്തോടും ശക്തമായ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് രംഗപ്രവേശം ചെയ്യുന്നത്. സോളിഡാരിറ്റി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, ഈ കാലഘട്ടത്തിലെ ജനവിഭാഗത്തിന് സോളിഡാരിറ്റി നൽകിയ മുന്നറിയിപ്പുകൾ ഇന്ന് ഒരു ജനവിഭാഗം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കാണാൻ സാധിക്കും. മുതലാളിത്തം വലിച്ചെറിയുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗപ്രവേശം ചെയ്ത സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനോട് എന്തിനാണ് മുതലാളിത്തം വലിച്ചെറിയുന്നത് എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുകളുണ്ടായിരുന്നു. ആ മുതലാളിത്തം ഊഹാധിഷ്ഠിത മൂലധനത്തിന്റെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ട ആ മുതലാളിത്തം അതിന്റെ മൗലികമായ അടിത്തറകൾ തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് ഇന്ന് നാം നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം അസത്യമായി പുലർന്നിരുന്ന അല്ലെങ്കിൽ അസത്യമായി മുന്നോട്ട് പോയിരുന്ന സത്യവും കൂടി തകർന്നപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തുള്ള നമുക്ക് വരെ നമ്മുടെ കൺമുമ്പിൽ വരെ ഇതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുമ്പോൾ മുതലാളിത്ത ദർശനവും നാം വലിച്ചെറിയാൻ ആവശ്യപ്പെട്ട മുതലാളിത്ത ദർശനവും കാലത്തിന്റെ ചവറ്റുകുട്ടയിൽ ഇടം തേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരുണത്തിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സന്ധിയില്ലാത്ത രാജിയില്ലാത്ത ഒരു പുതിയ സമരത്തെക്കുറിച്ച് ആധുനിക സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ തുടക്കം മുതൽ ഇന്ന് വരെ ആശീർവദിക്കുകയും അംഗീകരിക്കുകയും ആവേശത്തോടുകൂടി പിന്തുണക്കുകയും ചെയ്ത ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ഒരുപക്ഷെ 5 കൊല്ലം കൊണ്ട് കേരളക്കരയിൽ കേരളീയ സമൂഹത്തിന്റെ മനോനുകരങ്ങളിൽ ഉയർന്ന സ്ഥാനം കൈവരിക്കുവാൻ സോളിഡാരിറ്റിക്ക് സാധിച്ചത് സോളിഡാരിറ്റി സത്യസന്ധമായി കേരളീയ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മറിച്ചും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ശല്യക്കാരാണ് എന്ന് ഈ രാജ്യത്ത് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ ഈ കേരളീയ സമൂഹത്തിൽ ശല്യക്കാരാണ്. നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ ഈ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളെ എതിർത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള നിരവധി ചോദ്യശരങ്ങൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്ത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പല സാംസ്കാരിക ബുദ്ധിജീവികൾ ഉൾപ്പെടെ ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ശല്യക്കാരാകുവാൻ കഴിയുന്ന ഒരു വലിയ യുവനിരയെ ഞങ്ങൾ വളർത്തിയെടുത്തിരിക്കുന്നു എന്നത് അഭിമാനത്തോടുകൂടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ജീർണതകളോട് രാജിയാകുന്ന, ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വത്തോട് രാജിയാകുന്ന, ഈ കാലഘട്ടത്തിൽ മുതലാളിത്തത്തിന്റെ പേക്കോലങ്ങളായി മാറിയിരിക്കുന്ന ആധുനിക യുവസമൂഹത്തിനിടയിൽ സന്ധിയില്ലാതെ രാജിയില്ലാതെ സമരം പ്രഖ്യാപിക്കുവാനും ശല്യക്കാരായി മാറാനും കഴിയുന്ന ഒരു യുവനിരയെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞിരിക്കുന്ന നേട്ടം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ശല്യക്കാരായത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ആ പദപ്രയോഗത്തെ വളരെ സ്വാഗതാർഹമെന്ന് ഞാൻ പരാമർശിക്കുവാൻ കാരണം. നമുക്കറിയാമല്ലോ, ഉദാഹരണം നിങ്ങൾക്കെടുക്കാം. പ്ലാച്ചിമടയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ശക്തമായി ഇടപെടലുകൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ പ്ലാച്ചിമടയിൽ സോളിഡാരിറ്റി നടത്തിയ ഇടപെടൽ ഈ രാജ്യത്തെ കുത്തക കമ്പനിക്ക് ശല്യമായിരുന്നു, ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്ക് ശല്യമായിരുന്നു. പക്ഷേ നിങ്ങൾ അറിയേണ്ടതുണ്ട്, 6 കൊല്ലം
കൊല്ലക്കാലമായി കുടിവെള്ളത്തിന് വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാച്ചിമടയിലെ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഇടപെടൽ അവർക്ക് അനുഗ്രഹത്തിന്റെ പേമാരിയായിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് വിസ്മരിക്കുക സാധ്യമല്ല. എന്നിട്ട് അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ശല്യക്കാരായ മേഖലകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ കൃത്യമായി വിലയിരുത്തേണ്ടതാണ്. മൂലമ്പള്ളിയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഇടപെടൽ അധികാരിവർഗത്തിന്റെ ശല്യമായിരുന്നു. അതുപോലെ തന്നെ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ കുത്തകളെ പ്രതിനിധീകരിക്കുന്നവർക്ക് ശല്യമായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കുടിലുകളിൽ നിന്ന് പുറത്തെറിഞ്ഞ ജീവിതം വഴിയാധാരമായി മാറിയ ആ രാജ്യത്തെ ആ പ്രദേശത്തെ മൂലമ്പള്ളി നിവാസികൾക്ക് ഒരു ഘട്ടത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഇടപെടൽ ആശ്വാസത്തിന്റെ കഴുകലിന്റെയും തലോടലിന്റെയും ഇളങ്കാറ്റായി മാറിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് വിസ്മരിക്കുക സാധ്യമല്ല. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും അവസാനം ചെങ്ങറയിലും സോളിഡാരിറ്റി ശല്യമാണ്. നമുക്കറിയാമല്ലോ, ഈ രാജ്യത്ത് ജനകീയ സമരങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ഒരു ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ജനകീയൻ എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പോലും ഹാരിസൺസിന്റെ 1 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിച്ചുകൊണ്ടാണ് ചെങ്ങറയിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വളരെ നിരുത്തരവാദപരമായ പ്രസ്താവന ഇറക്കുമ്പോൾ ചെങ്ങറയിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി കേരളക്കരയുടെ മുഖമൂലകളിൽ കടന്നു ചെന്നുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ ഈ രാജ്യത്തുള്ള ജനവിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് വിഭവ സമാഹരണം നടത്തി അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ ഉപരോധത്തെ ലംഘിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തോട് ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്ന് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അത് ഭരണകൂടത്തിന്റെ ശല്യമായിരുന്നു, ഹാരിസൺസിന് ശല്യമായിരുന്നു. നമുക്കറിയാം, 30 ലക്ഷത്തോളം ജനവിഭാഗം ഈ കേരളക്കരയിൽ ഇപ്പോഴും ഭൂമിക്ക് വേണ്ടിയിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്ന ജനവിഭാഗമാണ്. അതേസമയം കേരളക്കരയിൽ ഈ രാജ്യത്തെ ടാറ്റയ്ക്ക് ഭൂമിയുണ്ട്, അതുപോലെ തന്നെ ഹാരിസൺസിന് ഭൂമിയുണ്ട്. ഒരു ഭാഗത്ത് പാവപ്പെട്ട ജനവിഭാഗത്തിന് നിൽക്കുവാൻ അല്ല ജീവിക്കുവാൻ ഒരു തുണ്ട് ഭൂമി എന്ന് പറയുന്നത് സ്വപ്നമായി മാറുകയും മറുഭാഗത്ത് കുത്തകകൾക്ക് ഈ രാജ്യത്തെ ഭൂമി വീതം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന അധികാരി വർഗത്തോട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പോരടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, അത്തരത്തിൽ ശല്യക്കാരായി തന്നെ തുടരുക എന്നതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ യുവസാഗരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അഥവാ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ അധികാരി വർഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക സാമ്രാജ്യത്വത്തിന്റെയും അതുപോലെ തന്നെ മുതലാളിത്ത മൂലധന ശക്തികളുടെയും താല്പര്യത്തിനു വേണ്ടി നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ കുത്തകകൾക്കെതിരെയുള്ള സമരത്തിൽ സോളിഡാരിറ്റി ഏറെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്ത് സോളിഡാരിറ്റി അണിനിരത്തിക്കൊണ്ടിരിക്കുന്നത് വിപ്ലവ യൗവനത്തെയാണ്. പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൂല്യവത്തായ അടിത്തറയിൽ വളർത്തിയെടുക്കപ്പെട്ട ഒരു വിപ്ലവ യൗവനത്തെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കേരളം ഇന്ന് മധ്യക്കടലാണ്. ലഹരിയാണ് കേരളത്തിന്റെ മുഖ്യ ഉപഭോഗ വസ്തു. നമുക്കറിയാം, മുഖ്യമായിട്ട് യുവാക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇതേ കടൽ തീരത്ത് തന്നെ, ഇതേ കടപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കാലുറക്കാത്ത യൗവനത്തെയായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്ന കാലുറക്കാത്ത യുവാക്കളെയല്ല സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ അടിത്തറകളിൽ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 2008 മെയ് മാസത്തിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്തെ യുവജന പ്രസ്ഥാനങ്ങളെ മുഴുവൻ വേദിയിൽ അണിനിരത്തിക്കൊണ്ട് യൂത്ത് ഫോറത്തിന്റെ യോഗത്തിൽ സംസാരിച്ചു. ആ യോഗത്തിൽ വെച്ചിട്ട് യൂത്ത് ഫോറത്തിന്റെ യോഗത്തിൽ ഈ രാജ്യത്ത് മുഖ്യധാര യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ലീഡർമാരിയ്ക്കുന്നിടത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ യുവാക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടുകൊണ്ട് കേരളത്തിലെ യുവാക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ യുവാക്കൾ രാവിലെ കുളിച്ച് വൃത്തിയായി വസ്ത്രം ധരിച്ച, അവർ ലോട്ടറി ടിക്കറ്റ് എടുത്ത, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ട, ഏറ്റവും അവസാനം ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഒരു യുവജന പ്രസ്ഥാനത്തിനും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വയോധികനായ മുഖ്യമന്ത്രിയോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, ആ പറയപ്പെട്ട കൂട്ടത്തിൽപ്പെടാത്ത, മദ്യത്തിനടിപ്പെടാത്ത, മയക്കുമരുന്നിനടിപ്പെടാത്ത, ലോട്ടറി ടിക്കറ്റിന് ക്യൂ നിൽക്കാത്ത മൂല്യവത്തായ ഒരു യുവതയെ താങ്കളുടെ പിന്നിൽ കാണുന്നില്ല എങ്കിൽ ഈ കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു വലിയ യുവസാഗരം ആ അർത്ഥത്തിൽ കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടി യോഗങ്ങളിലേക്ക് വരുമ്പോൾ
മദ്യപിക്കരുത് എന്ന് സർക്കുലർ കൊടുത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, എവിടെയാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്ന് ചൂതാട്ടത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, മദ്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഈ രാജ്യത്ത് ഒരു കക്ഷിക്കും അധികാരമില്ല. നിങ്ങൾക്കറിയില്ലേ, സ്വന്തം പാർട്ടി സമ്മേളനത്തിലേക്ക് വരുമ്പോൾ സർക്കുലർ വിട്ടിരിക്കുന്നു, ആരും മദ്യപിച്ചു വരരുത് എന്ന് പറയാൻ അധികാരമില്ല നിങ്ങൾക്ക്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുടുംബിനികളുടെ, ഈ രാജ്യത്തെ കുട്ടികളുടെ ഉമ്മമാരുടെ കണ്ണുനീർ ചാലുകൾ സൃഷ്ടിച്ച ഈ കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലുന്ന നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടി സമ്മേളനത്തിന് ലഹരി പാടില്ല എന്ന് പറയുന്നു? സ്കൂളുകൾക്കടുത്ത് മദ്യപാനമാകാം, അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെ അടുത്ത് മദ്യപാനമാകാം. ഓരോ സ്റ്റോപ്പിലും നിങ്ങൾക്ക് ബിയർ പാർലറുകൾ തുടങ്ങാം. അതേസമയം എന്തുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ പറ്റുകയില്ല? ഞാൻ പറഞ്ഞു വരുന്നത്, ആ അർത്ഥത്തിൽ പെരുമാറ്റച്ചട്ടം കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം അധികാരം കൈയാളുന്ന ആളുകൾ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിനടിപ്പെട്ട, മയക്കുമരുന്നിനടിപ്പെട്ട, ആർത്തിമൂത്ത സാമ്പത്തിക മോഹങ്ങളോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അത്തരത്തിലല്ല ഫിനാൻസ് കമ്പനികളിലും ചെന്ന് തലയിട്ടുകൊണ്ടിരിക്കുന്ന, അവസാനം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന, ലക്ഷ്യബോധമില്ലാത്ത മുതലാളിത്തത്തിന്റെ പേക്കോലങ്ങളാണ് ആധുനിക സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുമ്പിലാണ് ഒരു പുതിയ യൗവനത്തെ വളർത്തിയെടുക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ ശല്യക്കാരായി മാറുന്നത്, ചുറ്റുപാടും ശല്യം ചെയ്യേണ്ടുന്ന ഒരു ജനവിഭാഗം വളർന്നു വരുന്നത് കൊണ്ടാണ് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയുവാനുണ്ട്, നിങ്ങളുടെ പക്ഷമേത് എന്നത് വളരെ പ്രധാനമാണ്. ആധുനിക കാലഘട്ടത്തിൽ പക്ഷം തീരുമാനിക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. നിങ്ങളുടെ പക്ഷമേതാണ്? നിങ്ങൾക്ക് തഴുകി തലോടാൻ കഴിയുന്ന, നിങ്ങളെ ആളുകൾ അംഗീകരിക്കുന്ന, നിങ്ങളുടെ അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മുഖ്യധാരാ പക്ഷം നിങ്ങളുടെ മുമ്പിലുണ്ട്. വിമർശനങ്ങൾ ഏൽക്കാത്ത ഒരു പക്ഷം, ആ പക്ഷത്ത് നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് പോകാം. രണ്ടാമതൊരു പക്ഷമുണ്ട്, ആ പക്ഷം ഒഴുക്കിനെതിരെ നീന്തുന്ന പക്ഷമാണ്, അനീതിക്കെതിരെ അടങ്ങാത്ത അമർഷമുള്ളവരുടെ പക്ഷമാണ്, അധാർമികതയ്ക്കെതിരെ തീരാത്ത സമരം നിലനിൽക്കുന്ന പക്ഷമാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തെരഞ്ഞെടുത്തിരിക്കുന്ന പക്ഷമതാണ്. ആ പക്ഷത്ത് ചേരുവാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്നാണ് ഈ കാലഘട്ടത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ആധുനിക യുവതയ്ക്ക് മുമ്പിൽ ചോദിക്കുവാനുള്ളത്. അത് വെറുതെ പറയുന്ന വർത്തമാനമല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, സോളിഡാരിറ്റിയുടെ പക്ഷം ജനപക്ഷമാണ്, സോളിഡാരിറ്റിയുടെ പക്ഷം നീതിയുടെ പക്ഷമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ ഭരണകൂടത്തിന്റെ എതിരാണോ എന്ന്. ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി മറുചോദ്യം ചോദിക്കുന്നു, ഭരണകൂടം ജനവിരുദ്ധമാണോ എന്ന്. ജനവിരുദ്ധമാണ് ഭരണകൂടമെങ്കിൽ ആ ഭരണകൂടത്തോട് കലഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കഴിഞ്ഞ കാലം അധികാരിവർഗത്തോട് കലഹിക്കുന്ന കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അധികാരിവർഗം ജനപക്ഷത്ത് നിലയുറപ്പിക്കാത്തത് കൊണ്ടാണ് അധികാരിവർഗത്തോട് കലഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനുണ്ടായത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പക്ഷം തീരുമാനിക്കുമ്പോൾ ആ പക്ഷം തീരുമാനിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നീതിയുടെ പക്ഷം നിലയുറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അധികാരിവർഗത്തോട് പടപുരതിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തെ തടവിലിടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കേണ്ടി വരും. ആഗോളവൽക്കരണം ഈ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്വാശ്രയത്വം തകർക്കുന്ന ആഗോളവൽക്കരണത്തിനെതിരെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. ആണവ കരാറിൽ ഈ രാജ്യം ഒപ്പുവെക്കുമ്പോൾ ഈ രാജ്യത്തെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആണവ കരാറ് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ചിലർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ടോ എന്ന്. ഈ രാജ്യത്തെ ജനവിഭാഗത്തെ പണയപ്പെടുത്തിക്കൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തെ അടിയറവ് പറയുമ്പോൾ, ആ ഘട്ടത്തിൽ അതിശക്തമായി സംസാരിക്കുന്നത് രാജ്യസ്നേഹമല്ല എങ്കിൽ ആ അർത്ഥത്തിൽ അതിനെ ഞങ്ങൾ സ്വീകരിക്കുവാൻ സന്നദ്ധമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈ രാജ്യനിവാസികളുടെ കൂടെ നിലയുറപ്പിക്കുന്നിടത്താണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജനവിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് അധികാരിവർഗം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിനെ തിരുത്തുന്നതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട്, ഈ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്. ആ ചരിത്രവും പാരമ്പര്യവും വിസ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ അധികാരിവർഗം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വ സയനിസ്റ്റ് കൂട്ടുകെട്ടിന്റെ കൂടെ ഇന്ത്യ രാജ്യം എന്തുകൊണ്ട് അണിചേർന്നു എന്ന മൗലികമായ ചോദ്യം നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യമുണ്ട്, സോണിയെ വിളിക്കോ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന്. ഇന്ന്
ഇന്ന് UPA സർക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബുഷിനെ വിളിക്കോ, ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കൂ എന്നുള്ളതാണ്. ആ നാണം കെട്ട മുദ്രാവാക്യത്തിന്റെ കൂടെ നിൽക്കലാണ് രാജ്യസ്നേഹമെങ്കിൽ ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എന്ന് പറയുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സംഭവം ഉണ്ടാകുകയുണ്ടായി. ഒരു വലിയ ബോംബ് സ്ഫോടനം നടന്നു ബോംബെയിൽ. ഞങ്ങൾ പറയുന്നു അപലപിക്കേണ്ടതാണ്. ആരാണോ പ്രതികൾ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. ഇന്ത്യ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കം നിരന്തരമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അധികാരി വർഗം മനസ്സിലാക്കേണ്ടത്, അതിന്റെ അന്വേഷണം നടക്കേണ്ടത് ഈ രാജ്യത്തെ കേൾപ്പുള്ള ഒരു രാജ്യത്തെ, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. പക്ഷേ കപ്പലിലാണ് കള്ളനെന്ന് തിരിച്ചറിയാതെ കള്ളന്റെ മുമ്പിൽ തെളിവ് ഹാജരാക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം നിരന്തരമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് അമേരിക്ക? ആർക്കാണ് അമേരിക്ക ലോക പോലീസിന്റെ റോള് കൊടുത്തത്? എന്നാണ് ആ അമേരിക്ക ഈ രാജ്യം അംഗീകരിച്ചു തുടങ്ങിയത്? നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് വണ്ടി കയറുന്നത്, ഫ്ലൈറ്റിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുമ്പിലാക്കാണ്. ഒരു ജനവിഭാഗത്തെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 110 കോടി ജനവിഭാഗത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ അപമാനിച്ചുകൊണ്ടാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ സമീപനം നമ്മൾ വിസ്മരിച്ചു പോയിരിക്കുന്നു. ഇന്ന് ഗാന്ധിജിയുടെ കോൺഗ്രസ് അല്ല, അതിനപ്പുറത്ത് ഗാന്ധി ഘാതകന്മാരുടെ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പുതിയ കോൺഗ്രസ് ആണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇസ്രായേലുമായുള്ള നമ്മുടെ ചങ്ങാത്തം എപ്രകാരമാണ്. ഇന്ന് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തുന്നത് ഇസ്രായേലുമായിട്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് സൈനിക സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൊസാദുമായി ധാരണയായിട്ട്. നമ്മുടെ രാജ്യത്തിന്റെ സഹായത്തോടുകൂടെ ചാര ഉപഗ്രഹം വിക്ഷേപിക്കുവാനുള്ള സൗകര്യം വരെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഡൽഹിയിൽ ഇസ്രായേലിന്റെ എംബസി പോലും അനുവദിക്കാത്ത ഇന്ത്യ എന്തുകൊണ്ട് ഇന്ന് സയനിസത്തിന്റെ ചേരി ചേർന്നു എന്നുള്ള മൗലികമായ ചോദ്യം ഈ സന്ദർഭത്തിൽ നമുക്ക് മുമ്പിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അത്രമാത്രം സയനിസ്റ്റ്, ഫാസിസ്റ്റ്, സാമ്രാജ്യത്വ കൂട്ടുകെട്ടിന്റെ കൂട്ടിക്കൊടുപ്പുകാരായിട്ട് UPA സർക്കാർ മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു കൂട്ടിക്കൊടുപ്പിന്റെ സമീപനമാണ് അധികാരി വർഗത്തിന്റെ ഭാഗത്ത് നിന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് ജനവിഭാഗത്തെ കൊന്നൊടുക്കിയ സാമ്രാജ്യത്വത്തിന്റെ ചേരിയിലല്ല ഇന്ത്യ രാജ്യം അണിനിരക്കേണ്ടത്. അടിച്ചമർത്തപ്പെട്ടവന്റെ ചേരിയിൽ അണിനിരന്ന പാരമ്പര്യമുള്ള ഇന്ത്യ ആ പാരമ്പര്യമായിരുന്നു യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടിയിരുന്നത്. നിങ്ങൾക്കറിയില്ലേ, ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് 6 കൊല്ലക്കാലം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഏറ്റവും അവസാനം ഇറാഖിൽ പോയിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ മിസ്റ്റർ ജോർജ് W. ബുഷ് ആ രാജ്യത്തെ ജനവിഭാഗത്തെ അപമാനിക്കും വിധം യാത്ര ചോദിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും കണ്ടതാണ്. അഥവാ 12 ലക്ഷത്തിലധികം കുട്ടികളെ കൊന്ന നരഭോജിയായ ഒരു പ്രസിഡന്റ്, അദ്ദേഹം ആ രാജ്യത്തെ ജനവിഭാഗത്തിന് മുമ്പിൽ നിർഭയനായി കടന്നു ചെന്നിട്ട് യാത്ര ചോദിക്കുമ്പോൾ ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ലോകം ചരിത്രം എന്നെ വിമോചകൻ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പുറപ്പെട്ടത്. പക്ഷേ ചരിത്രം വിമോചകൻ എന്ന് വിളിക്കുമെന്ന വീരവർത്തമാനം പറഞ്ഞിട്ട് ഇറാഖിലേക്ക് ചെന്ന അദ്ദേഹത്തെ കാത്തിരുന്നത് മുൻതളിറാണ്. മുൻതളിർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നവൻ എന്നാണ്. മുൻതളിർ അദ്ദേഹത്തെ കാത്തിരുന്നു, എന്നിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻതളിർ കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. മുൻതളിറിന്റെ അമ്മമാരെ കൊന്ന, മുൻതളിറിന്റെ സഹോദരന്മാരെ കൊന്ന, അതുപോലെ തന്നെ മുൻതളിറിന്റെ ഉമ്മപാപ്പമാരെ കൊന്ന, എന്നിട്ട് അനാഥരായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച ആ നരഭോജി കടന്നു വരാൻ യഥാർത്ഥത്തിൽ മുൻതളിർ കാത്തു നിൽക്കുകയായിരുന്നു. എന്നിട്ട് മുൻതളിർ നല്ല പദപ്രയോഗം നടത്തി. ഞാനതിവിടെ നടത്തുന്നില്ല. അദ്ദേഹം നല്ല പദപ്രയോഗം നടത്തിയിട്ട് അദ്ദേഹം കൊടുത്തുവെച്ചോ ശക്തമായ ഒരേറ. ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ നല്ല ഏറാണ് കൊടുത്തത്. വെടിവെക്കാൻ പാടില്ലായിരുന്നു. അതെങ്ങാനും വെടിയുണ്ടയായിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ നടന്നുപോയ ഒരുപാട് മഹാന്മാരുടെ ആ ചരിത്രഗണത്തിൽ അദ്ദേഹം പെടുമായിരുന്നു. രക്തസാക്ഷിയായി എന്ന ഒരു രക്തസാക്ഷിയുടെ പരിവേഷമല്ല ചരിത്രം ബുഷിന് കാത്തുവെച്ചിരിക്കുന്നത്. ഏറ്റവും നിന്ദ്യമായ ചെരുപ്പേറിന്റെ പരിവേഷമാണ് അദ്ദേഹത്തിന് കാത്തുവെച്ചിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ മുൻതളിറിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു മന്ത്രി ഈ കേരളത്തിൽ നിന്നുണ്ട്. ഞാൻ പറയുന്നു, മുൻതളിറിന്റെ പേരിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. മുൻതളിർ ചെരുപ്പ് കൊണ്ടെറിഞ്ഞുവെങ്കിൽ മുൻതളിറുമാരാണ് ഈ രാജ്യത്തുള്ളത്. ആ മുൻതളിറുമാരുടെ താല്പര്യത്തെ പരിഗണിക്കുവാൻ നമ്മുടെ കേരളത്തിലെ കേന്ദ്രമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെരുപ്പല്ല, ചെരുപ്പുമാരെയാണ് കാത്തിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം വിലകെട്ട നിലപാടാണ് ജോർജ് W.
ബുഷിന്റെ കൂടെ സദ്യ നടത്തിയപ്പോൾ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി അവിടെയുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ കേന്ദ്രമന്ത്രിയുണ്ട്. ആണവ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല. ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, ഈ വിഷയത്തിൽ ശിഹാബ് തങ്ങളുടെ പക്ഷത്താണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിലകൊള്ളുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഇസ്രായേൽ ബന്ധം പുനഃപരിശോധിക്കണമെന്ന്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. ഈ കേരളത്തിലെ സാമ്രാജ്യത്വ വിരോധികൾ അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. സയനിസ്റ്റ് വിരോധികൾ അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പക്ഷത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മന്ത്രിയില്ല എന്ന് പറയുന്നതിൽ നാണക്കേടുണ്ട്. പാർട്ടി അദ്ദേഹത്തിന്റെ പക്ഷത്തോ അതല്ല കേന്ദ്രമന്ത്രിയുടെ കക്ഷത്തോ എന്നത് വ്യക്തമാക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാലം കടന്നു പോകുന്നത്. എല്ലാവർക്കും സുഖമാണ് സാമ്രാജ്യത്വ വിരോധം പറയാൻ, എല്ലാവർക്കും സുഖമാണ് സദ്ദാം അനുസ്മരണം നടത്താം. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, എത്രമാത്രം ആത്മാർത്ഥത അതിലുണ്ട്. കൊച്ചോ കുഞ്ഞുങ്ങളെ വെച്ച് രക്തക്കളി നടത്തുന്ന ഇസ്രായേൽ ഭീകരനെതിരെ ശക്തമായി വിരലനക്കാൻ കഴിയാത്ത, അതിശക്തമായി സംസാരിക്കാൻ കഴിയാത്ത, ആർജവത്തോടുകൂടി നിലപാടെടുക്കാൻ കഴിയാത്ത, തന്നെ ചുരുങ്ങിയത് ഒരു ഹ്യൂഗോ ചാവേസിന്റെ ഈമാനെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഇത്തരം കേന്ദ്രമന്ത്രിമാരെ ഞാൻ പറയുന്നു. ഷിബു സോറന് കിട്ടിയത്, നന്ദിഗ്രാമിൽ CPIM കിട്ടിയത് ഒരുപക്ഷെ കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും. മലബാർ കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ച മണ്ണാണ്. ചരിത്രത്തിൽ ഇടമുള്ള മണ്ണാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണ്. കുഞ്ഞാലി മരക്കാരുടെയും ആലി മുസ്ലിയാരുടെയും മണ്ണാണ്. ആ മണ്ണിൽ വെച്ച് ആ സ്വാതന്ത്ര്യബോധമുള്ള ഒരു ജനവിഭാഗത്തോട് വിശ്വാസവഞ്ചനയുടെ ഒരു സമീപനം ആരും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ അർത്ഥത്തിൽ ആർജവത്തോടുകൂടിയുള്ള നിലപാട്. എന്തുകൊണ്ടാണ് സോളിഡാരിറ്റി കണക്കിക്കേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇത്തരം സംഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾ വായിച്ചെടുക്കേണ്ടത്. ആധുനിക കാലഘട്ടത്തിലെ സാമ്രാജ്യത്വത്തോടും സയനിസത്തോടും വർഗീയ ഫാസിസത്തോടുമുള്ള പോരാട്ടത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പലരോടും കലഹിക്കേണ്ടതായിട്ട് വരുന്നു. ഈ രാജ്യത്ത് കലഹിക്കേണ്ടതായിട്ട് വരുന്നു. ആ കലഹം നിർത്തിയാൽ സോളിഡാരിറ്റി ഇല്ല എന്നതിന്റെ കാര്യം എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ കലഹവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സോളിഡാരിറ്റിയുടെ കോഴിക്കോട് ജില്ലയിലുള്ള നേതാക്കന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കർമ്മോത്സുകരായ പ്രവർത്തകർ തെരുവുകളെ സോളിഡാരിറ്റി മയമാക്കുകയായിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എന്റെ പല സഹപ്രവർത്തകരും ഉറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ഈ വെയിലും മഞ്ഞും കൊണ്ട് തളർന്നു വാടിയ മുഖത്ത് നോക്കിയിട്ട് ചില തൊഴിലാളി വർഗ ബൂർഷ്വാസികൾ ചോദിച്ചോ, എവിടുന്ന മക്കളെ ഫണ്ട് എന്ന് അറിയണോ? സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് കിട്ടാൻ പണിയില്ല. കാരണം സോളിഡാരിറ്റി നിലകൊള്ളുന്ന ദർശനത്തിന് ഒരു സംസ്കാരമുണ്ട്. യുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം. സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം സമ്പത്ത് കൊണ്ടും ആദർശ സമരം നിർവഹിക്കുവാൻ ആഹ്വാനം ചെയ്ത ഒരു ദർശനത്തിന്റെ വക്താക്കൾക്ക് ഫണ്ട് കിട്ടാൻ വലിയ പണിയില്ല എന്നാദ്യമായി ഞാൻ ഉണർത്തുകയാണ്. ഞങ്ങളുടെ ഫണ്ട് ആദ്യം ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ്. അത്തരം ചോദ്യങ്ങൾ ഉയരാം. കാരണം കേരളം അത്തരം ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണം കൊടുത്ത് കൂലിപ്പട്ടാളത്തെ വെച്ച് പ്രകടനം നടത്താൻ കഴിയുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. കള്ളുപണം കൊണ്ടും കള്ളപ്പണം കൊണ്ടും കൊള്ളപ്പണം കൊണ്ടും പാർട്ടി നടത്തുന്ന നാടാണ് കേരളം. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ വരാം. മദ്യമാഫിയുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന നാടാണ് കേരളം. അതുകൊണ്ട് അത്തരം ചോദ്യം വരാം. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് വളരെ വിനയത്തോടുകൂടി ഞാൻ ഉണർത്തട്ടെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടിട്ടില്ല കൂട്ടരെ. ഫാരിസ് അബൂബക്കറിന്റെ സ്പോൺസർഷിപ്പില്ല കൂട്ടരെ. അതിനപ്പുറം മണിയച്ചന്റെ മാസപ്പടി പുസ്തകത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പേര്
പേരുണ്ടായിട്ടുള്ള കൂട്ടരെ ആർജവമുള്ള യൗവനം തെരുവിലിറങ്ങി പിരിച്ചതാണ്. മൈക്കിന് മുമ്പിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് കാറിൽ നിന്നിറങ്ങിയിട്ട് നാട്ടിലൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയ റെസീപ്റ്റിന്റെ കുറ്റിയോ അല്ലെങ്കിൽ അതിന്റെ റെസീപ്റ്റോ ഇല്ലാത്ത വീടുകളിൽ ഒരു പക്ഷേ കോഴിക്കോട് കുറവായിരിക്കും. അത് ഞങ്ങൾ സമ്മേളന മാമാങ്കത്തിനല്ല ഉപയോഗിച്ചത്. ഞങ്ങൾ ഈ രാജ്യത്ത് സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിർവഹിച്ചത് ഇത്തരം പണം കൊണ്ടാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സമ്മേളനം നടത്തിയത് അതിന്റെ സേവന പദ്ധതികളുടെ അകമ്പടിയോടുകൂടിയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നടത്തിയ സേവന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ പാവപ്പെട്ട സോളിഡാരിറ്റി പ്രവർത്തകരുടെ വിയർപ്പ് ഗണങ്ങൾ ഒഴുക്കിക്കൊണ്ടാണ്. ഒരിക്കലും അബ്കാരി കോൺട്രാക്ടർമാർ വലിച്ചെറിയുന്ന പച്ചനോട്ടുകൾ കൊണ്ടല്ല അത്തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. ആ പറയപ്പെട്ട അത്തരം ഉയർന്നു വരുന്ന കമാനങ്ങൾക്കും ഉപ്പ് രസമുണ്ട്. പക്ഷേ അത് പാവപ്പെട്ട കുടുംബിനികളുടെ, കുട്ടികളുടെ, സ്ത്രീകളുടെ കണ്ണുനീരിന്റെ ഉപ്പ് രസമാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഭാവന ചെയ്യുന്ന ഒരുപാട് സേവന പ്രവർത്തനങ്ങളുടെ നിത്യസ്മാരകങ്ങൾക്ക് ഉപ്പ് രസമുണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകരുടെ വിയർപ്പിന്റെ ഉപ്പ് രസമാണ്. ഇത് അനുഗ്രഹമാണെങ്കിൽ അബ്കാരിയുടേത് ശാപമാണ്. അത് പങ്കുപറ്റാത്ത കൂട്ടരാണ് ഞങ്ങൾ. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, മറ്റൊരു കൂട്ടർക്ക് ഫണ്ട് സംശയാസ്പദമാണ്. ആരാണ് കൂട്ടരെന്നറിയാമോ? ഇലക്ഷൻ എന്ന് പറയുന്നത് ചാകരയായി കാണുന്ന ഒരു കൂട്ടർ. അവർക്ക് ഏത് ഇലക്ഷൻ വന്നാലും ചാകരയാണ്. എന്താണെന്ന് ചോദിച്ചാൽ വോട്ട് കച്ചവടം നടത്തി പാർട്ടി ഫണ്ട് ഉണ്ടാക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ കൂട്ടായ്മ. അത്തരം കൂട്ടരോടും പറയുവാനുള്ളത് അതും ഞങ്ങൾക്ക് വശമില്ല. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ, അതിന്റെ പ്രവർത്തകരുടെ പണവും ഈ രാജ്യത്തെ നന്മേച്ചുക്കളായ ജനവിഭാഗത്തിന്റെ സഹകരണവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത് ആർജവത്തോടുകൂടി മുന്നോട്ട് പോവുക. വിമർശന ശരങ്ങളെ ആർജവത്തോടുകൂടി നേരിടുക. നമുക്കൊരു പുതുലോകം പണിയാനുണ്ട്. നമുക്ക് ഈ രാജ്യത്ത് മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുണ്ട്. ശണ്ഡീകരിച്ച യുവത്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു പുതിയ പാത വെട്ടിത്തെളിയിക്കുവാനുള്ള പ്രയത്നത്തിൽ തളരാതെ, കാലിടറാതെ ഉറച്ച ചുവടോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, മതസമൂഹവും ഒട്ടും കുറവല്ല. മതസമൂഹത്തിൽ പ്രത്യേകിച്ച് ചില മാംസബുക്കുകളുണ്ട്. അവരുടെ മുഖ്യാഹാരം ഇസ്ലാമിക പ്രസ്ഥാനമാണ്. അവരുടെ ഭാഗത്ത് നിന്നും വിമർശനങ്ങളുണ്ട്. അതേ ഭാഷയിൽ പറയാൻ ഈ വേദിയെ ഞാൻ അശുദ്ധിയാക്കുന്നില്ല. അതുപോലെ തന്നെ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. വൃത്തിയുള്ള രീതിയിൽ വർത്തമാനം പറയാൻ കഴിയാത്ത വിമർശനങ്ങളാണ് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, നെഞ്ചത്ത് കൈകെട്ടിയിട്ട് കാൽമുട്ടിൽ വെച്ച് വിരലാട്ടിയാൽ ലോകത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച ചില പാവങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പലസ്തീനിന്റെ പ്രശ്നം മുതൽ മുസ്ലിം സമുദായത്തിന്റെ കർമ്മശാസ്ത്രം വരെ പരിഹരിക്കണമെങ്കിൽ വിരലിന്മേൽ ആട്ടുന്നോ, അല്ലെങ്കിൽ വിരലനക്കുന്നിടത്തോ, അല്ലെങ്കിൽ ചില അംഗങ്ങൾ കൊണ്ടുള്ള, അവയവങ്ങൾ കൊണ്ടുള്ള ചില ചലനങ്ങൾ കൊണ്ടോ എല്ലാം പരിഹരിക്കാമെന്ന് തെറ്റിദ്ധരിച്ചവർ, ഞാൻ പറയുന്നു, അവരോട് വിനയത്തോടുകൂടി പറയുന്നു, ഈ മഹാപ്രവാഹത്തിന് നിങ്ങൾ വഴിമാറി തന്നേ പറ്റോ, ഇല്ലെങ്കിൽ ഞങ്ങൾ വഴിയൊട്ടി തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങളുടെ അവസ്ഥ, എന്തിനാണ് അവർ വന്നത്, അത് തന്നെ അവർ മറന്നുപോയിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത അവരുടെ കൂടെ വളർന്നു വന്നവരെ വരെ അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. പള്ളിയിലും പറമ്പിലും വെച്ച് കൂട്ടത്തല്ല് നടത്തുന്ന ഒരു കൂട്ടർ. ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒരഭിപ്രായ വ്യത്യാസവുമില്ല. പിന്നെ എന്തിനാണ് തല്ലിയത്? അതൊന്നും ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയില്ലേ, ആ ഘട്ടത്തിൽ ഇറങ്ങിയ പ്രഭാഷണങ്ങൾ, ആ ഘട്ടത്തിൽ ഇറങ്ങിയ കറുത്ത പുസ്തകം, ചുവന്ന പുസ്തകം, അതൊന്നും നിവർത്തിവെച്ച് വായിക്കുവാൻ ഒരുപക്ഷേ വേദി അനുവദിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയും, അതെങ്ങാനും കേരളത്തിൽ നിവർത്തിവെച്ച് വായിച്ചാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേസെടുക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അത്രമാത്രം വിഷം ചീറ്റുന്ന, കാച്ചുമടയിൽ മാത്രമല്ല മലിനീകരണം. ഈ രാജ്യത്ത് മതസംഘടനകൾ നേരം വൈകിയാൽ ഈ തെരുവോരങ്ങളിൽ വമിച്ചുകൊണ്ടിരിക്കുന്ന മലിനീകരണം എത്രയാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരനെ സഹിക്കാൻ കഴിയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിർമ്മാണാത്മകമായി പ്രവാചകന്മാരുടെ പാത അനുധാവനം ചെയ്തുകൊണ്ട് എന്ത് സംഭാവന അർപ്പിക്കുവാൻ കഴിയുമെന്ന ആരോഗ്യകരമായ ക്രിയാത്മകമായ ചിന്തക്ക് നിങ്ങൾ തുടക്കം കുറിക്കണം, ചൊറിച്ചിൽ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്ത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പടവൊരുതിയ ഒരു വിഭാഗം ഏറ്റവും അവസാനം
ചെന്നെത്തിപ്പെട്ടത് എവിടെയെന്ന് നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി. മന്ത്രിക്കണോ മന്ത്രിക്കണ്ടേ എന്ന ചർച്ച വിട്ടിട്ട് യാഥാസ്ഥികരും പരമ്പരാഗതവാദികളുമായ ആളുകൾക്ക് മന്ത്രിക്കാൻ അറിഞ്ഞുകൂടാ, മന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് അതിന്റെ പുരോഗമനപരമായ രൂപം ഊതേണ്ടത് എങ്ങനെ, അത് പൈപ്പിലൂടെ മാത്രമാണോ? PVC പൈപ്പിലൂടെ ഊതുക. കെട്ടുമ്പോൾ നിങ്ങൾ ജിന്നിനെ ഒഴിവാക്കി കെട്ടുക. ഒരു വ്യക്തിക്ക് ജിന്നുബാധ ഏൽക്കാം, ഒരു പ്രസ്ഥാനത്തിന് മുഴുവൻ ജിന്നുബാധയേറ്റാൽ അതിന്റെ ശർറ് മൊത്തം സമൂഹം അനുഭവിക്കേണ്ടി വരുമെന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്ര ഇപ്പൊ പറയുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അതൊക്കെ അങ്ങ് പുറത്തു വന്നാൽ അകത്തേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരും ആ ചർച്ച അവസാനിപ്പിച്ചത് ആർക്കും മനസ്സിലായത് കൊണ്ടല്ല. തൽക്കാലം പാർട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി പാർട്ടി ഓഫീസിൽ ഭൂതത്താന കുടത്തിൽ വെച്ച് കെട്ടിയതുപോലെ കെട്ടിവെച്ച ജിന്നുവാദ ഉൾപ്പെടെ പുറത്തിട്ടാൽ ഒരുപക്ഷെ പലരും അകത്തേക്ക് പോകേണ്ടി വരും. ഞാൻ പറയുന്നത് ചില മുന്നറിയിപ്പുകൾ മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേര് അന്വേഷിക്കുകയാണ്. ഭീകരവാദത്തിന്റെ അടിവേര് നമുക്കൊക്കെ ഒന്നിച്ചൊന്ന് അന്വേഷിക്കാമെന്ന് വെച്ചാൽ അല്പം പ്രയാസമുണ്ടാകുമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ജമാഅത്തുദ്ദാവ ഉൾപ്പെടെ, ലഷ്കറെ തൊയ്യബ ഉൾപ്പെടെ, അൽ ഖായിദ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ഭീകരവാദികൾ എന്ന് മീഡിയകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളുടെ അടിവേര് തേടുവാൻ സ്വകാര്യമായിട്ട് സന്നദ്ധമാണ്. ഞങ്ങൾ സന്നദ്ധമാണ്. അതിന്റെ പിന്നിൽ മൗദൂദിസമില്ല. ഇത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. അഥവാ ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിലെ പ്രവാചകന്മാരുടെ പാത അനുധാവനം ചെയ്തുകൊണ്ട് കാലാനുസൃതമായി സമൂഹത്തോട് സംവദിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് മുമ്പിൽ ഈ അർത്ഥത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളൂ. ഈ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. പ്രവാചകൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നിരിക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്തോടുള്ള സമീപനം എന്തായിരിക്കും? കണ്ണടച്ച് കാതടച്ച ഈ കർണപടങ്ങളിൽ വന്നു വധിച്ചുകൊണ്ടിരിക്കുന്ന മാർദ്ദിത അവശ ജനവിഭാഗത്തിന്റെ ആർത്തനാദങ്ങളോട് കർമ്മശാസ്ത്രം കൊണ്ട് മറുപടി പറയുന്ന പ്രവാചകനെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഫലസ്തീനിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഉമ്മമാർ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, 6 മാസം പ്രായമുള്ള പൈതൽ മാതാവിന്റെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മാറിടത്തിലിട്ട് ആ കൊച്ചു പൈതലിനെ ക്രൂരമായി കശാപ്പ് ചെയ്യുമ്പോൾ ഈ രാജ്യത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പരസ്പരം പാരവെക്കുമെന്നുള്ളതാണ്. മുതലാളിത്തത്തെക്കുറിച്ച് നിലപാടുണ്ടോ? ഇല്ല. സാമ്രാജ്യത്വത്തെക്കുറിച്ച് നിലപാടുണ്ടോ? ഇല്ല. ഫാഷിസത്തെക്കുറിച്ച് നിലപാടുണ്ടോ? ഇല്ല. അതേസമയം വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ 300 ചില്ലാനം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ട കഅബാലയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് അടിമകളുടെ വിമോചനത്തിനും അഗതിയുടെ ആഹാരത്തിനും അനാഥയുടെ സംരക്ഷണത്തിനും സാമ്പത്തിക രംഗത്തുള്ള കൃത്രിമത്വങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ആദർശ സമരം നിർവഹിച്ച ഒരു പ്രവാചക പൂങ്കവനെ വിസ്മരിച്ചുകൊണ്ടല്ലാതെ ഈ വഴിവിട്ട പോരാട്ടം, ഈ വഴിവിട്ട ജിഹാദ് മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല. 300 ചില്ലാനം വിഗ്രഹങ്ങൾ കഅബാലയത്തിനകത്തിരിക്കെയാണ് മഹാനായ പ്രവാചകൻ അടിമകളുടെ വിമോചനത്തെ കുറിച്ച് പഠിപ്പിച്ചത്. ദുർഘടപാത താണ്ടിക്കിടക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. വൈലുൽ മുത്തഫിഫീൻ, അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് നരകമാണ്, നാശമാണ് എന്ന് പഠിപ്പിച്ചത്. മതത്തെ കളവാക്കുന്നവൻ യഥാർത്ഥത്തിൽ അവനാണ് നാശം എന്ന് പഠിപ്പിച്ചത്. മഹാനായ ആ പ്രവാചകന്റെ പാത അനുധാവനം ചെയ്യുന്ന ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഒരു ബഹുസ്വര സമൂഹത്തിൽ ആദർശധീരതയോടുകൂടിയുള്ള അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴിമുടക്കികളാകാനാണ് ചിലർ തീരുമാനമെടുത്തിരിക്കുന്നത്. ചരിത്രത്തിന്റെ നിയോഗം എന്ന് പറയാനല്ലാതെ മറ്റെന്താണ്? ചരിത്രത്തിൽ പലർക്കും പല നിയോഗമാണ്. ചില കൂട്ടർക്ക് വഴിമുടക്കികളാകാനാണ് നിയോഗമെങ്കിൽ പരിതപിക്കുകയും സഹതപിക്കുകയുമല്ലാതെ മറ്റൊരു വഴിയുമില്ല. പക്ഷേ എന്റെ യുവാക്കൾ ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തെ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ മുതലാളിത്തത്തോടും സാമ്രാജ്യത്വത്തോടും രാജിയായ ഭൗതിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പാതയിലേക്ക് നിങ്ങൾ തള്ളിവിടേണ്ടതുണ്ടോ? മതപൗരോഹിത്യത്തിന്റെ ആലയങ്ങളിലേക്ക് നിങ്ങൾ തെളിക്കപ്പെടേണ്ടതുണ്ടോ? അതല്ല നിങ്ങളുടെ യൗവനത്തെ ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള ജനപക്ഷ പോരാട്ടത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന മൗലികമായ ചോദ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, സോളിഡാരിറ്റി അത്തരം ഒരു ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശത്തിന്റെ പാതയിൽ ചൂഷകർക്കെതിരെ ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച ധർമ്മസമരമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്
മൂവ്മെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ആരോടും ആലോചിക്കാതെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയാൻ കഴിയും. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാർ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ചരിത്രത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലയുറപ്പിച്ചത് എങ്കിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനങ്ങൾ എന്ന് പറയുന്നിടത്ത് ആദിവാസിയുണ്ട്, ദലിതുകളുണ്ട്. അത് സോളിഡാരിറ്റിയുടെ കൂട്ടിച്ചേർക്കലല്ല, ആദർശത്തിന്റെ ശക്തമായ ആഹ്വാനമാണ് എന്ന് തിരിച്ചറിയുവാൻ അല്പം വിവേകത്തിന്റെ കണ്ണുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയില്ലേ, വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ പഠിപ്പിച്ചു, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശാക്തിക സന്തുലനത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, അതില്ലായിരുന്നുവെങ്കിൽ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ചർച്ചുകളും പള്ളികളും തകർക്കപ്പെടുമായിരുന്നുവെന്ന്. എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു ഏകശിലാ സമൂഹത്തെ കുറിച്ചല്ല വിശുദ്ധ ഖുർആൻ വിഭാവന ചെയ്യുന്നത്. വൈവിധ്യത്തെ അംഗീകരിക്കുന്ന, ബഹുസ്വരതയെ മുഖവിലക്കെടുക്കുന്ന, മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ പരിഗണിച്ചു കൊടുക്കുന്ന, മനുഷ്യരെ ഏകോദര സഹോദരങ്ങളായി കാണാൻ കഴിയുന്ന, അവരുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ദർശനത്തെയാണ് വിശുദ്ധ വേദഗ്രന്ഥം നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വേദഗ്രന്ഥത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ പോരാട്ടത്തിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ യുവാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ യുവത്വം നിങ്ങൾ വൃഥാവിലാക്കരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ യുവത്വം ഒരിക്കലും വഞ്ചിക്കപ്പെടരുത് എന്നുള്ളതാണ്. ഒരുപാട് വാക്ക് നൽകുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, പക്ഷേ ഒരു വാക്ക് നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ ഒരിക്കലും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പാതയിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയില്ല. നിങ്ങൾക്ക് ധൈര്യസമേതം ഈ സത്യസന്ധമായ ഈ സമരപ്പടയണിയിൽ നിങ്ങൾ കണിചേരാവുന്നതാണ്. നിങ്ങളുടെ കരുത്ത് ഈ മാർഗത്തിൽ നിങ്ങൾ കർപ്പിക്കാവുന്നതാണ്. എങ്കിൽ അത് ഈ രാജ്യത്തെ മർദ്ദിത ജനവിഭാഗത്തിന്റെ കരുത്തായിട്ട് മാറും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കരുത്തായിട്ട് മാറും. മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ കരുത്തായി മാറും. അതിലപ്പുറം ഒരു ആദർശത്തിന്റെ അടിത്തറയിൽ ഒരു നവസമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാദർശ പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു പുതിയ സാമൂഹ്യ പുനഃസംവിധാനത്തിന്റെ നിമിത്തമായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. അതിന് നിങ്ങൾ സന്നദ്ധമാണോ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ചരിത്രത്തിൽ അല്ല, കാലഘട്ടത്തിന്റെ ഈ മുതലാളിത്തത്തിന്റെ കൂലംകുത്തിയൊഴുക്കിൽ ചപ്പ് ചവറുകളാകുവാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? അതല്ല, ഈ ഒഴുക്കിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ തടയണ തീർക്കുവാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്നാണ് ചോദിക്കുവാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സന്നദ്ധമാണ് എങ്കിൽ നിങ്ങൾക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനോട് കൈകോർക്കുവാൻ സാധിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയുന്നു, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാകാം, നിങ്ങളൊരു മതസംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാകാം. നമുക്ക് ഇനിയും സംവദിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ശരീരവും അധ്വാനവും സമയവും ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. പൊരുതുന്ന ജനതയ്ക്ക് അനിവാര്യമാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ കാലഘട്ടത്തിന്റെ ദൗത്യ നിർവഹണത്തിന് നിങ്ങളെ സമർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടതുണ്ട്, നിങ്ങളുടെ ജീവിതം ഏത് പാതയിലാണ് തിരിച്ചുവിടേണ്ടത് എന്ന്. എന്റെ പ്രിയപ്പെട്ട സോളിഡാരിറ്റിയുടെ പ്രവർത്തകരോട്, എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അധ്വാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വളരെയേറെ സന്തോഷിക്കുവാൻ വകയുണ്ട്. പക്ഷേ ഇവിടെ പോരാട്ടം അവസാനിക്കുന്നില്ല. നാളെ മുതൽ നിങ്ങളുടെ പോരാട്ടം തുടരുകയാണ്. നിങ്ങളോട് കൈകോർത്ത് നിങ്ങളുടെ യുവാക്കളുമായി നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകണം. നിങ്ങൾ ഇനിയും ഒരുപാട് പുതിയ ഇടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു കയറി ചെല്ലണം. ഈ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ യൗവനത്തിന് പുതിയ കരുത്തും ദിശാബോധവും നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ അർത്ഥത്തിൽ ഒരു പുതിയ ലോകത്തെ പണിയുവാൻ, ഒരു പുതിയ യുവനിരയെ വളർത്തിയെടുക്കുവാൻ നിരന്തരമായ അധ്വാന പരിശ്രമങ്ങൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തയ്യാറെടുക്കണം. സമ്മേളനം വിശ്രമിക്കാനുള്ളതല്ല. സമ്മേളനം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വീണ്ടും പ്രവേശിക്കാനുള്ളതാണ്. നിങ്ങൾ ഒരു ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ ദൗത്യം നിങ്ങൾക്ക് ബാധ്യതയാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ വിളിച്ചു വന്ന നിങ്ങളുടെ സഹപ്രവർത്തകരോടൊത്ത്, നിങ്ങളുടെ സഹജീവികളോടൊത്ത്, നിങ്ങളുടെ നാട്ടുകാരോടൊത്ത് ഈ കാലഘട്ടത്തിൽ എന്തു നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന അവരുമായുള്ള സംവാദങ്ങളുടെയും സഹകരണത്തിന്റെയും ഒരു പുതിയ ദിനരാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ
അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ കാലഘട്ടത്തിലെ ജാഹിലിയ്യത്തിനോടുള്ള, മുതലാളിത്തത്തോടുള്ള, സാമ്രാജ്യത്വത്തോടുള്ള, വർഗീയ ഫാസിസത്തോടുള്ള ശക്തമായ പോരാട്ടത്തിന്റെ പാതയിൽ നാം നമ്മെ സ്വയം സമർപ്പിക്കുക. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.